ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 8-9 കട്ടകൾ നിരത്തി വെച്ച് തയ്യാറാക്കിയ ഒരു ഈസി അടുപ്പിൻ്റെ വിശേഷവും ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അടുപ്പ് തയ്യാറാക്കുന്ന സ്ഥലം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതാ അടുപ്പ് വയ്ക്കുന്ന സ്ഥലം നന്നായിട്ടൊന്ന് തൂത്ത് വെടുപ്പാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടികകൾ എടുക്കാം. അപ്പോൾ അത് ആദ്യം 2 ഇഷ്ടിക ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് കുത്തനെ വെച്ച് കൊടുക്കാവേ. അപ്പോൾ അത് ആദ്യം ഒരു കട്ട ഇതുപോലെ ഒന്ന് കുത്തനെ വെച്ച് കൊടുത്തു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒന്ന് അകത്തി അടുത്തൊരു കട്ടയും കൂടി കുത്തനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് 2 കട്ട ഒന്ന് ചരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ 2 കട്ട നമുക്കൊന്ന് ചരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുവരിനോട് ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഇത് ചുവരിനോട് ചേർത്ത് വെച്ച് നമ്മൾ തീ എരിച്ചാലും ചുവരിലൊന്നും കരി പിടിക്കില്ല കേട്ടോ. കാറ്റടിച്ച് തീ ഒട്ടും ആളിപ്പടരില്ല. അപ്പോൾ അതാ മൊത്തം 4 കട്ട വെച്ച് കൊടുത്തു. ഇനി അടുത്ത 2 കട്ട എടുക്കാം. അത് നമ്മൾ കുത്തനെ വെച്ച കല്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു കല്ല് വെച്ച് കൊടുത്തു. അതിൻ്റെ അടുത്ത ഓപ്പോസിറ്റായിട്ട് മറുകല്ലും വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത 2 കല്ലെടുക്കുക. അത് നീട്ടി വെച്ച കല്ലിൻ്റെ മേൽഭാഗത്തായിട്ട് മേൽക്ക് മേൽ വെച്ചിട്ട് ഇതുപോലെ കുത്തനെ വെച്ച കല്ലിൻ്റെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി ഒരു കല്ലും കൂടി നമുക്ക് വെക്കാനുണ്ട്. അത് ഈ 2 കല്ലിൻ്റെ ഫ്രണ്ടിലായിട്ട് അടുത്ത ഒരു കല്ലും കൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന ഒരു അടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അടുപ്പ് നമുക്ക് കാറ്റൊന്നും അധികം അടിക്കാത്തത് കൊണ്ട് തീ നന്നായിട്ട് കത്തും കേട്ടോ. ഏത് വയ്ക്കുന്ന സാധനമായിരുന്നാലും പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്തെടുക്കാം. പിന്നെ വിറകടുപ്പിലായതുകൊണ്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളും തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ അടുപ്പിൻ്റെ വേറൊരു പ്രത്യേകത, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഈ കല്ലുകൾ എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ അടുക്കി വെച്ച് നമുക്ക് അടുപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ 9 കല്ല് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഒരു അടുപ്പ് തയ്യാറാക്കിയെടുക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇത് പ്ലാസ്റ്ററൊന്നും ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കല്ല് അടുക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചൂട്ട് കത്തിച്ച് കൊടുത്തു. ഇനി ചെറിയ വിറകൊക്കെ ഉണ്ടെങ്കിൽ കൊതുമ്പോ ചെറിയ കനം കുറഞ്ഞ വിറകോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ ചോറ് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഒരു കലത്തിൽ വെള്ളം ഇട്ടിട്ടുണ്ട്. ഈ അടുപ്പിൽ കാറ്റ് വീശില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന തീ നന്നായിട്ട് ഡയറക്റ്റായിട്ട് കലത്തിൽ തന്നെ കൊണ്ട് പെട്ടെന്ന് നമുക്ക് വയ്ക്കുന്ന സാധനം ഏതായിരുന്നാലും വെന്ത് കിട്ടുകയെ. അപ്പോൾ ഇതുപോലെ ചെറിയ കൊതുമ്പും ചെറിയ ചീളി വിറകൊക്കെ വെച്ച് കൊടുത്ത് നമുക്ക് അടുപ്പ് നന്നായിട്ട് കത്തിച്ചെടുക്കാനും പറ്റും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം. ഗ്യാസ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുന്ന ചോറിൻ്റെ സമയം പോലും വേണ്ട കേട്ടോ. നമുക്ക് ഈ അടുപ്പിൽ നമുക്ക് ചോറ് വെച്ചെടുക്കാൻ പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഗ്യാസൊക്കെ കിട്ടാൻ നല്ല പ്രയാസമുള്ളത് കൊണ്ട് ഇതുപോലുള്ള അടുപ്പുകളൊക്കെ നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് അടുക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വിറകടുപ്പിൽ വെച്ച് നമുക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം വേവാറായിട്ടുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റ് കൊണ്ട് നമുക്കിതിൽ ചോറ് വെച്ചെടുക്കാം. അപ്പോൾ 40 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വടിച്ചിട്ടിട്ട് ഞാൻ അതിൽ തന്നെ ഇട്ട് മൊരിച്ചും കൂടി എടുത്തു കേട്ടോ. പിന്നെ ഈ അടുപ്പിൻ്റെ താഴത്തെ ആ കട്ടയിൽ വെച്ച് തന്നെ ചരിച്ചും ഇട്ട് നമുക്ക് ചോറ് വടിച്ചെടുക്കാവേ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള നമ്മുടെ അടുപ്പിൽ വെച്ച ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമുക്കിതുപോലെ അടുപ്പിൽ വെച്ച് വിറക് വെച്ച് നമുക്ക് വേവിച്ചെടുത്താൽ നല്ല ഭക്ഷണം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമേ.
അപ്പോൾ ഇതിൽ വിറക് വെച്ച് തീ എരിഞ്ഞ് തീരുന്നതിനനുസരിച്ച് വിറക് വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഊതി കണ്ണൊന്നും നീട്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് 9 കട്ടകൾ ഈസി ആയിട്ട് അടുക്കി എടുത്ത് തയ്യാറാക്കിയ ഈ അടുപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ അടുപ്പിൽ പുക അധികം ഇല്ലാത്തത് കാരണം നമുക്ക് കാർപോർച്ചിൽ വെച്ച് നമുക്കിതുപോലെ കല്ലുകൾ അടുക്കി വെച്ച് ഭക്ഷണം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.